നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പിന് മുന്നോടിയായുള്ള സൗഹൃദ മത്സരത്തിൽ ഫ്രാൻസ് ബ്രസീലിനെ തോൽപ്പിച്ചു. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു തോൽവി. തോറ്റെങ്കിലും ടീം മികച്ചു കളിച്ചു എന്നാണ് ബ്രസീലിൻ്റെ കോച്ച് കാർലോ ആഞ്ചലോട്ടി പറയുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരും, അതായത് പ്രതിരോധവും മധ്യനിരയും ആക്രമണ നിരയും ഒക്കെ നന്നായി കളിച്ചു. എല്ലാവരും അവരവരുടെ ജോലി ചെയ്തു. ഫ്രാൻസ് പോലൊരു മികച്ച ടീമിനെതിരെ ഇത്രയെങ്കിലും നന്നായി കളിച്ചല്ലോ. നമ്മുടേതൊരു പുതിയ ടീമാണ്, എല്ലാം പുതുമുഖങ്ങളാണ്. മിക്കവാറും എല്ലാം പതുക്കെ കളിയിലേക്ക് പരിചയപ്പെട്ട് വരുന്നതേ ഉള്ളൂ. ഈ അന്താരാഷ്ട്ര ഫുട്ബോളിൽ 8ഓളം പ്രമുഖർ ഉണ്ടായിരുന്നില്ല ടീമിൽ. അത് നമ്മൾ പ്രത്യേകം കാണണം. അതുകൊണ്ട് തന്നെ പലതും പുതുമുഖങ്ങളായിരുന്നു. അവർ കാര്യമായി കളിച്ചു. അവരുടെ അധ്വാനത്തെ നമ്മൾ കുറച്ച് കാണരുത്. 2-1 പരാജയം അതൊരു വലിയ മാർജിനുള്ള പരാജയമല്ല. അതൊരു ഇത്രയും ശക്തരായ ഫ്രാൻസ് പോലെ ഇന്ന് ലോകത്തുള്ള ഏറ്റവും മികച്ച ടീമുകളൊന്നായ ഫ്രാൻസിനെതിരെ ഇത്രയും നന്നായി പിടിച്ചു നിന്നു ബ്രസീൽ എന്നാണ് ആഞ്ചലോട്ടി പറയുന്നത്. ആഞ്ചലോട്ടിയുടെ അഭിപ്രായത്തിൽ ഇങ്ങനെയാണ് ബ്രസീൽ കളിക്കുന്നെങ്കിൽ തീർച്ചയായും ലോകകപ്പിൽ അതിഗംഭീരമായ കളി ബ്രസീലിൻ്റേതായിട്ടുണ്ടാകും. നമ്മൾ മികച്ച് കളിക്കും എന്നാണ് ആഞ്ചലോട്ടി പറയുന്നത്. കാരണം അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഈ കളിയിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും ബ്രസീലിൻ്റെ ഭാവി വളരെ ഭദ്രമാണ് എന്ന നിലയിലാണ്. ലോകകപ്പിലെങ്കിലും ഭാവി ഭദ്രമാണ്, നന്നായി കളിക്കും എന്നാണ് ആഞ്ചലോട്ടി പറയുന്നത്. എന്തായാലും ആ രീതിയിൽ കോച്ച് അത്രയും ആത്മവിശ്വാസം, പ്രത്യേകിച്ച് കാർലോ ആഞ്ചലോട്ടിയെ നമുക്കറിയാം. വളരെ കൃത്യമായ കാര്യങ്ങളെ പറയുള്ളൂ. കണിശക്കാരനായിട്ടുള്ള ആഞ്ചലോട്ടി തന്നെ പറയുന്നു ബ്രസീൽ ഏറ്റവും നന്നായിട്ടാണ് കളിച്ചത്, എല്ലാ മേഖലയിലും നല്ല മികവ് പുലർത്തി എന്ന് ആഞ്ചലോട്ടി തന്നെ പറയുന്നു. മറ്റൊരു ചോദ്യത്തിന് നെയ്മറെ കുറിച്ച് നെയ്മർ എന്ന കൂകി വിളികൾ, നെയ്മറിന് വേണ്ടിയുള്ള ആർപ്പ് വിളികൾ ഗാലറിയിൽ ഉണ്ടായല്ലോ എന്നതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ എന്തിനാണ് കളിക്കാത്ത കളിക്കാരെ കുറിച്ച് സംസാരിക്കുന്നത്? നമ്മൾ കളിച്ചവരെ കുറിച്ച് സംസാരിക്കാം. തങ്ങളുടെ മുഴുവൻ അർപ്പിച്ച കളിക്കാരെക്കുറിച്ച്, കളിക്കളത്തിൽ തങ്ങളുടെ മുഴുവൻ അർപ്പിച്ച ഗംഭീരമായി കളിച്ചവരെ കുറിച്ച് സംസാരിക്കാം. ടീമിലില്ലാത്തവരെ കുറിച്ച്, കളിക്കാത്തവരെ കുറിച്ച് നമ്മൾ എന്തിനു സംസാരിക്കണം എന്നാണ് ആഞ്ചലോട്ടി നെയ്മറുടെ കാര്യത്തിൽ പറഞ്ഞത്. എന്തായാലും ആഞ്ചലോട്ടി വളരെ ആത്മവിശ്വാസത്തിലാണ്. ഈ കളി കളിക്കുകയാണെങ്കിൽ ഇത്രയും കരുത്തരായ ഫ്രാൻസിനെതിരെ ഇത്രയും ഗംഭീരമായി കളിച്ചെങ്കിൽ തീർച്ചയായിട്ടും ലോകകപ്പ് വളരെ ശുഭോദർക്കമാണ് കാര്യങ്ങൾ. ശുഭപ്രതീക്ഷയോട് തന്നെ ലോകകപ്പിനെ സമീപിക്കാം എന്ന് തന്നെയാണ് ആഞ്ചലോട്ടി പറയുന്നത്. ആഞ്ചലോട്ടി അങ്ങനെ പറയുമ്പോൾ നമുക്കും അത് ശരിയാണ് എന്ന് തോന്നേണ്ടതുണ്ട്. കാരണം ടീമിൻ്റെ കോച്ച് തന്നെയാണല്ലോ അത് പറയുന്നത്. അപ്പോൾ ബ്രസീൽ നന്നായി കളിച്ചു എന്ന് തന്നെയാണ് ആഞ്ചലോട്ടിയുടെ അഭിപ്രായം.